പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 15-16 വചനങ്ങളെക്കുറിച്ച് നമുക്ക് ഈ സമയം ധ്യാനിച്ച് പഠിക്കാനായും പ്രാർത്ഥിക്കാനായും പരിശ്രമിക്കാം. ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ്. ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം. ഈശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഒരു വലിയ പാഠം തന്നെയാണ്. ഇന്ന് കുടുംബത്തിലും സമൂഹത്തിലും സന്യാസത്തിലും പൗരോഹിത്യത്തിലും ജീവിക്കുന്ന നമ്മെ നോക്കി ഈശോ പഠിപ്പിക്കുന്ന ഒരു പാഠം ഇത് തന്നെയാണ്. ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുക. സ്നേഹമുള്ളവരെ, ചങ്ങാതിയുടെ വേഷം അണിഞ്ഞു വരുന്ന ചെന്നായ്ക്കളെ സൂക്ഷിക്കുക. കാപ്പട്യം നിറഞ്ഞവരെ സൂക്ഷിക്കുക. കൂടെ ഉണ്ടെന്ന് ധരിപ്പിച്ച് കുതികാൽ വെട്ടുന്നവനെ സൂക്ഷിക്കുക. കൂടെ വസിച്ചിട്ട് പോലും ആ വാസം തന്നെ നമ്മുടെ നാശത്തിന് കാരണമാക്കുന്നവനെ സൂക്ഷിക്കുക. ഈ കാലഘട്ടത്തിൻ്റെ ഒരു സുവിശേഷമാണ് ഈശോ പഠിപ്പിച്ച് വയ്ക്കുന്നത്. ചങ്ങാത്തം ഇന്ന് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ഇച്ചിരി വചനം പങ്കുവയ്ക്കുമ്പോൾ തന്നെ, സ്നേഹമുള്ളവരെ, നിങ്ങളോടൊരു കാര്യം ഇപ്പോൾ തന്നെ ഇരിക്കുന്നിടത്ത് തന്നെ ഒന്ന് ആലോചിക്കാനായിട്ട് പറയുക. ആരൊക്കെയാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ? എന്നെ കേൾക്കുന്നത് കുട്ടികളാണെന്നുണ്ടെങ്കിൽ 8-ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? എന്നെ കേൾക്കുന്നത് ഒരു യുവാക്കന്മാരാണ് എന്നുണ്ടെങ്കിൽ +2-ന് ശേഷം നിങ്ങൾക്ക് ലഭിച്ച സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? വിവാഹിതരാണ് എന്നുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? ഓർത്തെടുത്തോ? ഈ സുഹൃത്തുക്കൾ വന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകളാണ് സംഭവിച്ചിട്ടുള്ളത്? നിങ്ങൾ എത്രമാത്രം ദൈവത്തോട് അടുത്തു? എത്രമാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ കൂടപ്പുറപ്പുകളെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും പ്രമാണങ്ങൾ അനുസരിക്കുവാനുമൊക്കെ സാധിക്കുന്നുണ്ട്? ഈ സുഹൃത്ത് നിൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം എന്തുമാത്രം തിന്മ ചെയ്യുവാനുള്ള പ്രേരണ നിനക്കുണ്ട്? ചിന്തിച്ചു നോക്കേണ്ടത് തന്നെയാണ്. ഒരു സംഭവത്തിലൂടെ ഈ വചനത്തിൻ്റെ കുറച്ചുകൂടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനായിട്ട് പരിശ്രമിക്കാം. മേഘാലയയിൽ നടന്നൊരു സംഭവമാണ്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അധികം പ്രായമില്ലാത്ത ഒരു പെൺകുട്ടി കൈക്കുഞ്ഞുമായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാനായിട്ടിടയായി. അവിടെ ഒരു ഗോത്രത്തിൽ ചെന്നപ്പോഴാണ് അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ. അവിടെ ചെന്നപ്പം അവരുടെ അമ്മ പറഞ്ഞു, അച്ഛാ, ഈ പെൺകുട്ടിക്ക് ഇവൾക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവനെന്നും വീട്ടിൽ വരുമായിരുന്നു. ഞങ്ങളുടെ സംസ്കാരം അനുസരിച്ച് അത് അനുവദനീയമാണ്. പക്ഷേ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞില്ല. പെൺകുട്ടി ഒരു കൈക്കുഞ്ഞുമായിട്ടിരിക്കുക. അവൻ ചതിച്ചു എന്ന് പറഞ്ഞത്. സ്നേഹമുള്ളവരെ, ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? ചങ്ങാത്തം കൂടി ചതിക്കുന്ന ഒരു പറ്റം ആളുകൾ, ഒരു പറ്റം സുഹൃത്തുക്കൾ ഇന്ന് വളർന്നു വരുന്നുണ്ട്. പലരുടെയും പതനത്തിന്, തകർച്ചയ്ക്ക് കാരണം ഈശോ പറഞ്ഞതുപോലെ ചെന്നായ്ക്കളുടെ വേഷമണിഞ്ഞ് ആടുകളുടെ വേഷത്തിൽ വരുന്ന ചെന്നായ്ക്കളാണ്. വ്യാജമായ സുഹൃത്തുക്കളാണ്. ഇത് ഇന്നും നിലയും തുടങ്ങിയതല്ല. ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഈവിൾ സ്പിരിറ്റ്, ചെകുത്താൻ, പിശാച് ഒരു വ്യക്തിയിലേക്ക് എങ്ങനെയാണ് കടന്നു കൂടുന്നത്? ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 1-ാം വചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ദൈവം സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയത് സർപ്പമായിരുന്നു. നമുക്കറിയാം, ഈ സർപ്പത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ സർപ്പത്തിൻ്റെ ആത്മാവോടുകൂടി, പാമ്പിൻ്റെ, ചെകുത്തൻ്റെ ആത്മാവോടുകൂടി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും പ്രവേശിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കാം. ഹവ്വായുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? ഹവ്വായുമായി ഈ പാമ്പ് ആദ്യം സൗഹൃദത്തിലാവുകയാണ് ചെയ്യണേ. ഹി ബിക്കെയിം ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് ഈവ്. ഹവ്വായുടെ ഏറ്റവും നല്ല ഒരു ക്ലോസ് ആയിട്ടുള്ളൊരു സുഹൃത്തായിട്ട് പാമ്പ് മാറുകയാണ്. ഇത് മുഖേന എന്ത് സംഭവിക്കുന്നു? ഹവ്വ ചില കാര്യങ്ങൾ ആദത്തിൽ നിന്ന് മറച്ചു വയ്ക്കാനായിട്ട് തുടങ്ങി. ഒന്നാമത്തത്,
രണ്ടാമത്തെ കാര്യം സംഭവിക്കുന്നത് എന്നതാ, ഈ ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു വയ്ക്കാനായിട്ട് തുടങ്ങി. ഇത് മുഖേന മൂന്നാമത്തെ ഫലം സംഭവിക്കുന്നത് എന്താണ്? പറുദീസ നഷ്ടപ്പെടുന്നു. സ്നേഹമുള്ളവരെ, ഈവിൾ സ്പിരിറ്റ് ചെകുത്താൻ ഒരു സുഹൃത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സംഭവിക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ വിശ്വസ്തരായ വ്യക്തികളിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു വയ്ക്കുവാനായിട്ട് ആരംഭിക്കും. വിവാഹം കഴിഞ്ഞൊരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഭർത്താവിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു വയ്ക്കാനായിട്ട് ആരംഭിക്കും. കുട്ടികളാണെന്നുണ്ടെങ്കിൽ മാതാപിതാക്കന്മാരിൽ നിന്നും അധ്യാപകരിൽ നിന്നും കാര്യങ്ങൾ മറച്ചു വയ്ക്കാനായിട്ട് തുനിയും. ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മേലധികാരികളിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു വയ്ക്കാനായിട്ട് തുനിയും. കാപട്യം ആ കാപട്യത്തിൻ്റെ വിത്ത് അവരിൽ വീണ് പൊട്ടിമുളയ്ക്കാനായിട്ട് തുടങ്ങും. ഒന്നാമത്തേത്. രണ്ടാമത്തെ ഘടകമെന്ന് പറയുന്നത്, ഇത് മുഖേന എന്ത് സംഭവിക്കുന്നു? ഇനി ഭർത്താവ് എന്നെ സംശയിച്ചാലോ എന്ന് കരുതി അവനെ കൂടെ കൂട്ടുപ്രതിയാക്കാനായിട്ട് ഹവ്വ ചെയ്യുന്ന കാര്യം എന്നതാ, അവൾ കഴിച്ച അതേ വിഷവിത്ത് അവൾക്ക് മനസ്സിലായി തെറ്റാ ചെയ്യുന്നതെന്ന്, അവനെ കൊണ്ടുകൂടെ കഴിപ്പിച്ച് ഒരു കൂട്ടുത്തരവാദിത്തത്തിലേക്ക്, അവന് പോലും അതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ അവനെ ചേർത്ത് പിടിക്കുന്നു. ഇത് മുഖേന എന്ത് സംഭവിക്കുന്നു? രണ്ടുപേരും ഒക്കുന്നു, ദൈവത്തിൽ നിന്ന് അകലുന്നു. രണ്ടാമത്തെ കാര്യം സംഭവിക്കുന്നതാണ്, അവർ ദൈവത്തിൽ നിന്ന് അകന്നു. പ്രമാണങ്ങൾ പാലിക്കാതെ വരുന്നു. പാപം ചെയ്യുന്നവൻ അതുകൊണ്ടാണ് സഭയിൽ നിന്ന് അകലും. കുമ്പസാരിക്കാൻ എന്ന് പലർക്കും ആഗ്രഹമില്ലാത്ത, പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും ആദരവും പള്ളിയിൽ പോകണമെന്ന് തോന്നാത്തതിൻ്റെ കാരണം എന്നതാ? ഒരു പ്രധാന കാരണം ഈ പാപത്തിൻ്റെ ഒരു ബന്ധനം തന്നെയാണ്, അല്ലെങ്കിൽ ചീത്ത കൂട്ടുകെട്ടുകൾ തന്നെയാണ്, അല്ലെങ്കിൽ കർത്താവിനേക്കാൾ ഉപരിയായി വേറെ എന്തിനൊക്കെയോ പ്രാധാന്യം കൊടുക്കുന്നതിലാണ്. നല്ല സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും നമ്മളെ കുടുംബ പ്രാർത്ഥനയിൽ നിന്നോ ദേവാലയത്തിൽ പോകുന്നതിൽ നിന്നോ വചനം കേൾക്കുന്നതിൽ നിന്നോ നമ്മളെ തടയരുത്. അങ്ങനെയുള്ളവരാണ് നല്ല സുഹൃത്തുക്കൾ. അപ്പോൾ ആദവും ഹവ്വയും ദൈവത്തിൽ നിന്ന് അകലുകയാണ്. ദൈവത്തിൽ നിന്ന് അകലുന്നു. ദൈവത്തെ പിന്നെ അവർക്ക് ഭയമായി. ദൈവം എന്ത് വിചാരിക്കും? ശരിയാണ്. ചിലർ പറയാറുണ്ട്, അച്ഛാ ഞാൻ വരാത്തത്, ഇപ്പം ചീത്ത ദുശീലങ്ങളൊക്കെ ഉള്ളവർ, ഞാൻ പള്ളിയിൽ വരാത്തത് അച്ഛൻ എന്ത് കരുതും? എന്നെക്കുറിച്ച് എല്ലാം അച്ഛനറിയാം, അച്ഛൻ എന്ത് കരുതും എന്ന് കരുതിയിട്ടാണ് ഞാൻ പള്ളിയിലേക്ക് വരാത്തത്. സത്യമാണ്. പാപം ചെയ്യുന്നവൻ അവൻ മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് കരുതി പല ദൈവം ഇടപെടുന്ന ഇടങ്ങളിലേക്കൊന്നും അവൻ കടന്നു ചെല്ലില്ല. ഈ മൂന്നാമത്തെ കാര്യം ആദത്തിൻ്റെ ഹവ്വയിലും ജീവിതത്തിൽ ഈ ഒരു വ്യാജ സുഹൃത്ത് മുഖേന, ചെകുത്താൻ മുഖേന സംഭവിക്കുന്നത്, അവർക്ക് പറുദീസ നഷ്ടപ്പെടുന്നു. എന്താണ് പറുദീസ? സന്തോഷം ലഭിക്കുന്ന ഇടം, അതാണ് പറുദീസ. സംതൃപ്തി ലഭിക്കുന്ന ഇടം, അവിടെ നിന്ന് അവർ പുറത്താവുകയാണ് ചെയ്യുന്നത്. കർത്താവിനോടൊപ്പം വസിക്കാൻ പിന്നെ അവർക്ക് സാധിക്കുന്നില്ല. അവർ പറുദീസായിൽ നിന്ന് പുറത്താകുന്നു. പലരും പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കുടുംബത്തിൽ നിന്ന് പുറത്താക്കും, സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെടും. എന്തിനാണ് പറയുന്നത്? സഭയിൽ നിന്ന് പുറത്താക്കപ്പെടും. സുഹൃത്തുക്കൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ, തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഓർക്കണേ, പലപ്പോഴും നമുക്കും സംഭവിക്കും, നമ്മൾ നമ്മുടെ കുടുംബത്തിൽ അന്യം വന്നൊരു വ്യക്തിയായി തീരും. കുടുംബത്തിലൊരാർക്കും നമ്മൾ ബഹുമാനം അതിലുണ്ടാവില്ല. നമ്മുടെ നാശം പലരും ആഗ്രഹിക്കും. ഇനി സമൂഹത്തിലാണെന്നുണ്ടെങ്കിലോ, സമൂഹത്തിൽ ഇവൻ പൊട്ടയാണ്, ഇവൻ ചീത്തയാണ്, ഇവന് ചീത്ത കൂട്ടുകെട്ടാണ്, ആ പിള്ളേരുമായിട്ട് അയാളുമായിട്ട് കൂട്ടുകൂടിയ പിന്നെയാണ് ഇങ്ങനെ നശിച്ചതെന്നൊക്കെ പറയും. സമൂഹത്തിൽ വിലയുണ്ടാവില്ല. ഇനി ദൈവത്തിൻ്റെ മുമ്പിലും നമ്മൾ വില കെട്ടവരായിട്ട് തീരും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതേ തന്ത്രം ഉപയോഗിക്കുന്ന ഒരാളുണ്ട്, ഹെറോദോസ് രാജാവ്. ഹെറോദോസ് രാജാവ് നമുക്കറിയാമല്ലോ, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. ഹെറോദോസ് രാജാവിന് ഉറപ്പായിരുന്നു, ജ്ഞാനികൾ ഹെറോദോസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്നപ്പോൾ ഈശോ രക്ഷകൻ യേശു പിറന്നു എന്ന്. എന്തെന്നാൽ അവൻ യഹൂദന്മാരുടെ രാജാവായി പിറക്കേണ്ടവൻ തീർച്ചയായിട്ടും ഒരു ബംഗ്ലാവിലാണ് പിറക്കേണ്ടത് എന്ന് ജ്ഞാനികൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ജ്ഞാനികൾ മറ്റെവിടേക്കും പോകാതെ ഹെറോദോസിൻ്റെ കൊട്ടാരത്തിൽ ഉണ്ണിയെ അന്വേഷിച്ചെത്തുന്നത്. പിന്നീട് എന്ത് സംഭവിക്കുന്നു? ഹെറോദോസ് വളരെ വിദഗ്ധനാണ് കേട്ടോ. ഇനി ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടി അവൻ മറ്റുള്ളവൻ്റെ പണ്ഡിതന്മാരെ വിളിച്ചു കൂട്ടുകയാണ്, പ്രമാണിമാരെ വിളിച്ചു കൂട്ടുന്നു, വേദശാസ്ത്രികൾ വിളിച്ചു കൂട്ടുന്നു. വിളിച്ചു കൂട്ടിയിട്ട് ഹെറോദോസ് ചോദിക്കുകയാണ്, രക്ഷകൻ എവിടെയാണ് പിറക്കുക? അപ്പോൾ അറിവും ജ്ഞാനമുള്ള ആ പണ്ഡിതർ അവർ വേദഗ്രന്ഥങ്ങളൊക്കെ എടുത്തു നോക്കിയിട്ട് പറഞ്ഞു, രക്ഷകൻ ഇന്ന സ്ഥലത്താണ് പിറക്കുന്നത്. ലക്ഷണങ്ങളൊക്കെ നോക്കി, നമ്മൾ പറയാറില്ലേ,
ഒരു ക്യാൻസറിൻ്റെ ഒരു നമ്മുടെ ശരീരത്തിൽ കാണുമ്പോൾ ബയോപ്സിക്ക് അയക്കും. ബയോപ്സിക്ക് അയച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്തിട്ടാണ് പ്രൂവ് ചെയ്യണത് ക്യാൻസർ ആണോ അല്ലേ എന്നുള്ളത്. ഇതുപോലെ ഹെറോദോസ് അന്ന് വേദശാസ്ത്രികളൊക്കെ വിളിച്ച് ഈ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് ബയോപ്സിക്ക് അയച്ചു. അവർ പറഞ്ഞു ഹെറോദോസിനോട്, ദേ രക്ഷകൻ പിറന്നിരിക്കുന്നു. ഹെറോദോസ് ചെയ്ത് പണി എന്നതാ, ജ്ഞാനികളുമായിട്ട് ചങ്ങാത്തത്തിലായി. നമുക്കറിയാം ജ്ഞാനികളുമായിട്ട് ഹെറോദോസ് ജ്ഞാനികൾ കൊട്ടാരം വിട്ട് പോകുന്നത് വരെയോ ഒന്നൊക്കെ ആയിട്ട് അവരായിട്ട് ഒരു ഉടക്കുന്നതായിട്ടോ കയർക്കുന്നതായിട്ടോ ഒന്നും കാണുന്നില്ല വചനത്തിൽ. അവൻ ജ്ഞാനികളുമായിട്ട് ചങ്ങാത്തത്തിലാവുകയാണ്. ഒരുപക്ഷെ ആർക്കറിയാം, ഈ ജ്ഞാനികൾക്ക് കുറേ പാരിതോഷികങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഹെറോദോസ് പറഞ്ഞയക്കുന്നത്. എന്നിട്ട് ജ്ഞാനികൾ പോകുന്ന സമയത്ത് ഹെറോദോസ് പറയുന്ന ഒരു വചനമുണ്ട്, ഞാനും അവനെ കണ്ട് ആരാധിക്കേണ്ടതിന് നിങ്ങൾ പോയി തിരിച്ചു വരിക. രാജാവായ ഞാൻ ഈശോയെ, ഉണ്ണീശോയെ കണ്ട് ആരാധിക്കേണ്ടതിന് നിങ്ങൾ പോയി തിരിച്ചു വന്നെന്നെ അറിയിക്കുക. സത്യത്തിൽ ഇവന് ആഗ്രഹമുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെ പോകാമായിരുന്നില്ലേ? അതിന് അർത്ഥം എന്നതാ? ഇത് ചതി തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ 3 ജ്ഞാനികൾ തിരിച്ചു വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ആദ്യം ഹെറോദോസ് ചെയ്യുക എന്തായിരിക്കും? ഈ ജ്ഞാനികളെ കൊല്ലും. എന്താണ് കാരണം? ഈ ജ്ഞാനികൾക്ക് അറിയാൻ കൃത്യമായിട്ട് ആ പിറന്നിരിക്കുന്നത് ലോകരക്ഷകനായ ക്രിസ്തുവാണെന്ന്. അതുകൊണ്ടാണ് സ്വപ്നത്തിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട ജ്ഞാനികൾക്ക് പ്രത്യക്ഷപ്പെടുന്നത്, ഹെറോദോസ് നിങ്ങളെ കൊല്ലാനിരിക്കുകയാണ്, തിരിച്ച് ആ വഴിക്ക് പോകരുത്, അവൻ ചതിയനാണ്, അവൻ ആടിൻ്റെ വേഷം അണിഞ്ഞ ചെന്നായിയാണ്, അവൻ ചതിയനാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ലഭിച്ചപ്പോൾ അവർ ഹെറോദോസിൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരാതെ മറ്റൊരു വഴിയിലൂടെ പോയി എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. സ്നേഹമുള്ളവരെ, സുഹൃത്ത് ബന്ധങ്ങളുള്ളത് നല്ലത് തന്നെയാണ്. സൗഹൃദങ്ങൾ നല്ലത് തന്നെയാണ്. സൗഹൃദങ്ങൾ വേണം. പക്ഷേ സൗഹൃദത്തിൽ ഒളിഞ്ഞിരിക്കുന്ന തിന്മയുടെ മുഖത്തെ ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. പലരും ഇന്ന് വലിയ പാപത്തിൻ്റെ കുഴിയിൽ വീണിരിക്കുന്നത് ഈ സുഹൃത്തുക്കളുടെ രൂപത്തിലാണ്. ഹവ്വായ്ക്ക് സംഭവിച്ചത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒരു സുഹൃത്ത് ഞാൻ പറഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അവൾ ഇറങ്ങി വരും. അതിൻ്റെ അർത്ഥം എന്നതാ? അവൾക്ക് അല്ലെങ്കിൽ അവന് മാതാവിനേക്കാൾ പിതാവിനേക്കാൾ വലിയത് ഈ സുഹൃത്തിൻ്റെ വേദപാഠമാണ്. അതൊരു ചതിയല്ലേ? അങ്ങനെയുള്ള സുഹൃത്തുക്കളെ തിരിച്ചറിയുക. സ്നേഹം എന്ന് പറഞ്ഞ് ചാരിത്രം വരെ നഷ്ടപ്പെട്ടവർ എത്ര പേരാണ്? സ്നേഹമുള്ളവരെ, എന്നെ ശ്രവിക്കുന്ന ഒരു യുവതിയുവാക്കന്മാരാണെന്നുണ്ടെങ്കിൽ, നിൻ്റെ ശരീരത്തിൽ തൊട്ട് നിന്നെ സ്നേഹിക്കുന്നവൻ യഥാർത്ഥ സ്നേഹിതനല്ല. തിരിച്ചറിയുക. ശരീരത്തെ മാനിക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. ഔസേപ്പിതാവ് മാതാവിനെ സ്നേഹിച്ചു. അവൾ കന്യകയായി തന്നെ ജീവിച്ചു എന്നുണ്ടെങ്കിൽ ഔസേപ്പിതാവിൻ്റെ ഒരു സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ആ ഒരു പ്യുവർ ലവ്, വിശുദ്ധമായ സ്നേഹത്തെ നമ്മൾ മാനിക്കണ്ടേ? പരസ്പരം സ്നേഹബന്ധത്തിൽ കഴിയുന്നവരുണ്ട്, യുവാക്കന്മാരുണ്ട്, അല്ലാത്തവരുണ്ട്. പക്ഷേ പലപ്പോഴും ഈ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി തെറ്റിപ്പോകുമ്പോൾ ബന്ധങ്ങൾ തകരുകയാണ്. ശരീരത്തിൻ്റെ കാമനകൾക്ക് അപ്പുറത്തേക്ക് നിന്നെ സ്നേഹിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥ സ്നേഹിതൻ. അവൻ പറയണം, ദേ ഇതിനപ്പുറത്തേക്ക്. അതുകൊണ്ടല്ലേ ഈശോ പറയണേ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട്, ഈ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ഇതിനുള്ളിൽ ഒരു ആത്മാവുണ്ട്, ആത്മാവാണ് ജീവൻ നൽകുന്നത്. സ്നേഹമുള്ളവരെ, സുഹൃത്തുക്കളോട് നിങ്ങളും പറഞ്ഞു കൊടുക്കണം, ദേ ശരീരത്തിൽ തൊട്ടിട്ടോ, എന്നെ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് അകറ്റിയിട്ടോ, എൻ്റെ ദൈവത്തിൽ നിന്ന് അകറ്റിയിട്ടോ ഒരു സൗഹൃദം എനിക്ക് വേണ്ട, അത് നല്ലതല്ല. ഓർത്തു വയ്ക്കാൻ ഒരു സംഭവം കൂടെ പെട്ടെന്ന് പറയുകയാണ്. ഒരിക്കൽ ഒരു പിതാവ് വന്ന് പറഞ്ഞ പ്രകാരമാണ്, അച്ഛാ, എൻ്റെ മകളെ സ്നേഹിച്ചാണ് ഞാൻ വളർത്തിയത്, സ്നേഹിച്ച് തന്നെയാണ് വളർത്തിയത്. ഇന്ന് അച്ഛനറിയോ, ഞാനൊരു ആത്മഹത്യയുടെ വക്കിൽ എത്തി നിൽക്കുകയാണ്. എന്താ കാരണം? അവൾ നമ്മുടെ വിശ്വാസത്തിന് ചേരാത്ത ഒരു വ്യക്തിയുമായിട്ട് ഒളിച്ചോടിപ്പോയി. ഈ അപ്പൻ ഇപ്രകാരം പറയുക, അച്ഛനറിയോ, +2 പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇവൾക്ക് ഇങ്ങനെ ഒരു പ്രേമബന്ധം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അന്ന് വീട്ടിൽ വന്ന ഞാൻ ഇവളെ കുറച്ച് ശകാരിച്ചു, തല്ലി. ഇവളുടെ കാൽക്കലിരുന്ന് ഇവളുടെ പാദം പിടിച്ച് ഞാൻ പറഞ്ഞു, മോളെ ഇത് ചെയ്യരുത്, കർത്താവ് ഇത് ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ കുടുംബത്തിന് അപമാനമാണ്. അന്ന് അവളെ ഞാൻ വിശ്വസിച്ചു വെച്ച. ഇന്ന് അവളുടെ പഠനം പൂർത്തിയാക്കി 22 വയസ്സ് പ്രായമായപ്പോൾ അമ്മ ആശുപത്രിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ഈ സമയത്ത്
ഇവള് ഞങ്ങളുടെ ഹൃദയത്തിലൊരു ആഘാതം ഏൽപ്പിച്ചു പോയപ്പോൾ ഇനി എന്തിനാ ജീവിക്കുന്നത് എന്നാണ് തോന്നുന്നത്. എന്നിട്ട് ഈ പിതാവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അച്ഛാ അവൾക്കിനി വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് പറ്റുമോ? അവർക്കിനി പള്ളിയിൽ വരാൻ പറ്റുമോ? അവൾക്കിനി കുമ്പസാരിക്കാൻ പറ്റുമോ? സ്നേഹമുള്ളവരെ, സത്യത്തിൽ സ്നേഹം നടിച്ച് അവളും അവനും ഇവരെ ചതിക്കുകയല്ല ചെയ്തത്. എന്ത് നേടുന്നു ജീവിതത്തിൽ? ഈ മാതാപിതാക്കന്മാരെ വേദനിപ്പിച്ച് പോയിട്ട് എന്താണ് നേടുന്നത്? പ്രഭാഷകൻ്റെ പുസ്തകം 37-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ഞാനും നിൻ്റെ സ്നേഹിതനാണെന്ന് എല്ലാവരും പറയും, എന്നാൽ ചിലർ നാമമാത്ര സുഹൃത്തുക്കളാണ്. സ്നേഹമുള്ളവരെ, നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ നിന്ന്, മാതാവിൽ നിന്ന്, പിതാവിൽ നിന്ന്, ജീവിത പങ്കാളിയിൽ നിന്ന്, സഹോദരനിൽ നിന്ന്, സഹോദരിയിൽ നിന്ന് അകറ്റുന്ന സൗഹൃദങ്ങളൊന്നും ശരിയായ സൗഹൃദങ്ങളല്ല. ആവർത്തിക്കുകയാണ്, നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ നിന്ന്, മാതാവിൽ നിന്ന്, പിതാവിൽ നിന്ന്, സഹോദരനിൽ നിന്ന്, സഹോദരിയിൽ നിന്ന്, ജീവിത പങ്കാളിയിൽ നിന്ന് അകറ്റുന്ന സൗഹൃദങ്ങളൊന്നും യഥാർത്ഥമായ നല്ല സൗഹൃദങ്ങൾ അല്ല. വീണ്ടും വചനം ഇപ്രകാരം പറയുന്നുണ്ട്, പ്രഭാഷകൻ്റെ പുസ്തകം 37-ാം അധ്യായം 8-ാം തിരുവചനം, ഉപദേശകന്മാരെ സൂക്ഷിക്കുക, ആദ്യം അവൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയുക. ഈ വചനം വേറൊരു രീതിയിൽ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ, ചങ്ങാതിമാരെ സൂക്ഷിക്കുക, ആദ്യം ഈ ചങ്ങാത്തം കൂടി എൻ്റെ അടുക്കൽ വരുന്നവൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയുക. സ്നേഹമുള്ളവരെ, പഠിക്കേണ്ട കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കണം, സുഹൃത്തുക്കൾ വേണം. പക്ഷേ എൻ്റെ പഠനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ ആരായാലും യഥാർത്ഥ സുഹൃത്തല്ല. നമ്മൾ പലപ്പോഴും ഒരു തെറ്റായ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പിന്നെ നമുക്ക് ഈ വ്യക്തിയെക്കുറിച്ചുള്ള ആലോചന മാത്രമാണ്. അന്ന് വരെ 7 മണിക്കൂർ 6 മണിക്കൂർ പഠിക്കാനായിട്ട് സമയം ചെലവഴിച്ച ഒരു വ്യക്തിക്ക് പിന്നീട് അത്രയും സമയം പഠിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? പുസ്തകം തുറക്കുമ്പോൾ എന്നോട് ഐ ലവ് യു പറഞ്ഞ ആ വ്യക്തിയുടെ ഓർമ്മയാണ് മനസ്സിൽ വരുന്നത്. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ഈ വ്യക്തിയുടെ ഓർമ്മയാണ് വരുന്നത്. മൊബൈൽ ഫോണിൽ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഈ SMS വന്നോ, മെസ്സേജ് വന്നോ, വാട്സപ്പിൽ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. എന്തുമാത്രം എനർജിയാണ് ഈ പ്രവണതകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്! എന്തുമാത്രം എനർജിയാണ്, എന്തുമാത്രം ശക്തിയാണ് മറ്റ് പല കാര്യങ്ങൾക്കും, ഇങ്ങനെയുള്ള പ്രവർത്തികൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്! പള്ളിയിൽ പോകാനായിട്ട് സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, പഠിക്കാൻ സമയമില്ല, അങ്ങനെ മാറുകയാണ്. നമ്മുടെ ബന്ധങ്ങളെ ഒന്നുകൂടെ പുനർവിചിന്തനം ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇന്ന് കൂട്ടുപെട്ടണം എന്നൊന്നല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം, പക്ഷേ ഒന്നുകൂടെ ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ ഒരു സുഹൃത്ത് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതിൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ ദൈവവുമായിട്ട് ഞാൻ എത്രമാത്രം അടുത്തു, എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാപിതാക്കന്മാരുമായി, എൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരുമായി എത്രമാത്രം ഞാൻ അടുത്തു, എൻ്റെ ജീവിതത്തിൽ എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ വിശ്വസ്തതയിൽ നിന്ന് ഞാൻ എത്രമാത്രം വ്യതിചലിച്ചു എന്നുകൂടെ ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരിക്കൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു സംഭവം. 9-ാം ക്ലാസ്സിൽ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു. കാരണം എന്താണെന്നറിയുമോ? ഈ മകൻ്റെ പിതാവ് വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഈ മകൻ്റെ പിതാവ് വിദേശത്ത് ജോലി ചെയ്യുന്നു. വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ ഒറ്റ മോനുള്ളൂ. ഈ മോനോട് എപ്പോഴും പറയും, മോനെ അമ്മയെ നോക്കിക്കോണം കേട്ടോ, മോനെ അമ്മയെ നോക്കിക്കോണം, അമ്മയ്ക്ക് നീ മാത്രമേ ഉള്ളൂ, അപ്പൻ വിദേശത്തല്ലേ, അമ്മയ്ക്ക് നീ മാത്രമേ ഉള്ളൂ, സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരത്തെ വീട്ടിൽ വരണം, അമ്മയെ പരിഗണിക്കണം, അമ്മയെ സ്നേഹിക്കണം, അമ്മയെ വേദനിപ്പിക്കരുത്. ഇവനത് അപ്പയോട് എന്നും പറയും, അപ്പ ഞാൻ അമ്മയെ വേദനിപ്പിക്കില്ല, ഞാൻ അമ്മയ്ക്ക് വേണ്ടുന്നതെല്ലാം ചെയ്യും, പപ്പ എനിക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയാമല്ലോ. ഒരു ദിവസം അത് സംഭവിച്ചു. ഇവൻ അന്ന് നേരത്തെ സ്കൂൾ വിട്ടതിനാൽ ഒരു 12 മണി സമയത്ത് ഉച്ചയോടുകൂടി വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, സ്നേഹമുള്ളവരെ, ഇവൻ്റെ അപ്പൻ്റെ ഒരു സുഹൃത്ത്, ഏറ്റവും അടുത്ത് ഈ അവൻ്റെ പപ്പയുമായിട്ട് സുഹൃത്ത് ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയുമായിട്ട് അമ്മ കിടപ്പറ പങ്കിടുന്ന രംഗമാണ് ഇവൻ കാണുന്നത്. ഇത് കണ്ട് ഇവൻ ആരോടും പറയാതെ പോയി
ആത്മഹത്യ ചെയ്യുക. സ്നേഹമുള്ളവരെ, ഇവിടെ സ്നേഹം വഞ്ചിക്കപ്പെട്ടില്ലേ? യഥാർത്ഥമായ സുഹൃത്ത് എന്നും വീട്ടിലേക്ക് വരും, പല കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അവരുടെ വീട്ടിൽ ഈ മകൻ പിന്നീട് പറഞ്ഞതായിട്ട് ഓർക്കുകയാന്ന് പറയണേ. ഈ മകൻ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ക്രിസ്മസിന് നക്ഷത്രം ഇടാനൊക്കെ ആയിട്ട് ഈ ചേട്ടനെ വന്നിരുന്നേ. എന്ത് കാര്യത്തിനും ഈ ചേട്ടനെയാണ് പപ്പ വിളിച്ച് പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നത്. വിദേശത്ത് നിന്ന് ഫോൺ വിളിക്കും, പപ്പ ഇയാളെ പറഞ്ഞയക്കും, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇങ്ങനെയൊരു ബന്ധം ഉള്ളിലുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞില്ല. സ്നേഹമുള്ളവരെ, നൈമിഷികമായ ആ സുഖത്തിൻ്റെ പേരിൽ ഈ സഹോദരി, ഇവൻ്റെ അമ്മ എന്ത് നേടി? പലപ്പോഴും സ്നേഹം വഞ്ചിക്കപ്പെടുമ്പോൾ തകരുന്നത് ആ വ്യക്തികൾ മാത്രമല്ല, ഒരു കുടുംബമാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ, നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ പുഴുക്കുത്ത്, വന്നു ചേർന്നിരിക്കുന്ന വ്യതിയാനം നമ്മളുടെ കുടുംബത്തെ ബാധിക്കുന്നു, ഒരു സമൂഹത്തെ ബാധിക്കുന്നു, എന്തിനേറെ പറയുന്നു, സഭയെ കൂടെ ബാധിക്കുന്നുണ്ട്. ഇന്നും പള്ളിയിൽ പോയി സഭയിലെ പല പ്രസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന വ്യക്തികൾ തെറ്റായ ബന്ധങ്ങളിൽ ഏർപ്പെട്ട് പോകുമ്പോൾ ആ പ്രസ്ഥാനത്തെ വരെ ആക്ഷേപിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിലേക്ക് പോകരുത്, അവിടെ പോയാൽ നിങ്ങൾ നശിച്ചു പോകുമെന്ന് പറയുന്നവരുണ്ട്. അപ്പം നമ്മൾ മുഖേന നമ്മളെ രണ്ട് വ്യക്തികളെയല്ല ബാധിക്കുന്നത്, അത് ആ പ്രസ്ഥാനത്തെ ബാധിക്കുന്നു, ദേവാലയത്തെ ബാധിക്കുന്നു, സഭയെ ബാധിക്കുന്നു, സ്ഥാപനത്തെ ബാധിക്കുന്നു. നമ്മൾ സൂക്ഷിക്കണം. പ്രേമബന്ധങ്ങളെ, സൗഹൃദങ്ങളെ, ചങ്ങാത്തങ്ങളെ സൂക്ഷിക്കണം. ഇനി പരസ്പരം തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളുണ്ട്. മറ്റുള്ളവൻ്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ചെന്നായ്ക്കളുണ്ട്. അവരെയും സൂക്ഷിക്കുക. നമ്മൾ ഈ വചനം കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് ഓർത്തെടുക്കാം. നമ്മുടെ സുഹൃത്തുക്കളെ ഒന്നുകൂടെ നമുക്ക് ഓർക്കാം. എൻ്റെ വീട്ടിൽ എന്നും വരുന്ന ഒരു വ്യക്തി ഉണ്ടെന്നിരിക്കട്ടെ. ഈ വ്യക്തി എൻ്റെ വീട്ടിൽ വന്നതിൽ പിന്നെ എൻ്റെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇയാൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഈ സഹായത്തിന് പ്രത്യുപകാരമായി ഞാൻ ഏതെങ്കിലും രീതിയിലുള്ള പാപത്തിന് വീണു പോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ഈശോയോട് കൂടിയിട്ടായിരുന്നു ഒരു സൗഹൃദം നടിച്ച് ചതിച്ചവൻ. നമുക്കറിയാം ആരാന്ന്, യൂദാസ്. പക്ഷേ ഈശോയ്ക്ക് അത് അറിയാമായിരുന്നു. എന്നിട്ട് ഈശോ അവനെ ചേർത്ത് പിടിച്ചത് നമുക്കൊക്കെ ഒരു പാഠമാവാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അവൻ്റെ ചുംബനത്തിൽ ചതിയുണ്ടായിരുന്നു, അവൻ്റെ ചുംബനത്തിൻ്റെ മധുരമയല്ല, അത് ഉപ്പരസമായിരുന്നു ഈശോയ്ക്ക് അറിയാമായിരുന്നു. എന്നിട്ട് ഈശോ നിന്നു കൊടുത്തു. എന്തുകൊണ്ടാണെന്നറിയുമോ? നാളെ നിൻ്റെ ജീവിതത്തിൽ നിന്നെ എങ്ങനെ കാപട്യം നടിച്ച് സ്നേഹിക്കുന്നവൻ നിൻ്റെ ജീവിതത്തിലുണ്ടാവും. അവരെ നീ തിരിച്ചറിയണം എന്നുള്ളൊരു പാഠം പഠിപ്പിക്കാനായിട്ട്. ഇനി ഇതുപോലെ തന്നെയാണ് ഈശോയെ ചതിച്ച പലരെയും ഈശോ വീണ്ടെടുക്കുന്നുണ്ട്. പത്രോസ് നിഷേധിക്കുന്നുണ്ട്, പക്ഷേ ഈശോ അവരെ തിരിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് തിരിച്ചു വരാം. ഈ വചന ശുശ്രൂഷയുടെ അവസാനം 2 പാഠങ്ങൾ നമുക്കൊന്ന് പഠിച്ചെടുക്കാനായിട്ട് പരിശ്രമിക്കാം. ഒന്നാമത്തെ പാഠം ഇത്രയും സമയം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളിൽ കാപട്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ തിരിച്ചറിയാനുള്ള ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്തേത്, നമ്മൾ മറ്റുള്ളവരുടെയും സുഹൃത്തുക്കളാണല്ലോ. നമ്മൾക്ക് മറ്റുള്ളവർ നമ്മുടെ സുഹൃത്തുക്കളാകുന്നതിൽ എന്തെങ്കിലും നിഗൂഢ ലക്ഷ്യങ്ങളുണ്ടോ? എൻ്റെ സുഹൃത്തുക്കളോട് ഏതെങ്കിലും രീതിയിൽ തെറ്റായ രീതിയിൽ ഞാൻ സമീപിച്ചിട്ടുണ്ടോ? തെറ്റായ രീതിയിൽ അവരെ പാപത്തിലേക്ക് വലിച്ചെടുക്കത്ത രീതിയിൽ ഞാൻ സമീപിച്ചിട്ടുണ്ടോ? മാർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 42 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചു നോക്കാൻ നമുക്ക് കാണുവാൻ സാധിക്കും. 9-ാം അധ്യായം 42 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചു നോക്കാൻ നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ മറ്റുള്ളവന് പാപകാരണമാകുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ താഴ്ത്തപ്പെടുന്നതാണ്. വ്യാജ സുഹൃത്തെ സൂക്ഷിക്കുക, വ്യാജ സുഹൃത്തുക്കളെ സൂക്ഷിക്കുക, വ്യാജ സുഹൃത്തിനെയും സൂക്ഷിക്കുക. അതിനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, വചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സൗഹൃദങ്ങളിലെ കാപട്യങ്ങൾ തിരിച്ചറിയുവാനും മറ്റുള്ളവർക്ക് നല്ല സുഹൃത്തായിരിക്കുവാനും എന്നെ സമീപിക്കുന്നവർക്ക് നല്ല സൗഹൃദത്തിൻ്റെ വിത്തുകൾ പങ്കുവയ്ക്കുവാനുമുള്ള പ്രകാശങ്ങൾ പങ്കുവയ്ക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. യേശുവേ, ഇന്ന ദിവസം ചീത്ത കൂട്ടുകെട്ടുകൾക്ക് അടിമപ്പെട്ട് ആരെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ആ സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. നന്മയിലേക്ക്, ശാരീരിക വിശുദ്ധിയിലേക്ക്, കർത്താവിലേക്ക്, ദൈവത്തിലേക്ക് നടന്നെടുക്കുന്ന നല്ല സുഹൃത്തുക്കൾ ഞങ്ങൾക്കുണ്ടാകട്ടെ.
ബന്ധങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്ന സുഹൃത്തുക്കളല്ല, ബന്ധങ്ങളിലേക്കും കർത്താവിലേക്കും അടുപ്പിക്കുന്ന സുഹൃത്തുക്കൾ ഞങ്ങൾക്കുണ്ടാകട്ടെ. പരിശുദ്ധ അമ്മേ, മാതാവേ, ശിഷ്യന്മാരെ എല്ലാവരെയും ചേർത്ത് പിടിച്ചവളെ, ഞങ്ങളെയും അമ്മയുടെ നീല അങ്കിയിൽ പൊതിഞ്ഞു പിടിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ ലാസലറ്റ് മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.